പെരിയ ബാളയത്ത ദീർഘ സുമംഗലിയ സൗഭാഗ്യത്തോടെ മഞ്ഞൾ കുങ്കത്തോടെ ഹലോ ഹായ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെന്നൈയിലെ ഒരു അമ്പലത്തിലാണ്. ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു അമ്പലത്തിലാണ് കേട്ടോ. ഇതാണ് പെരിയപാളയത്തിലെ മാരിയമ്മൻ കോവിൽ അമ്പലം. അപ്പോൾ ഇവിടെ നമ്മൾ നൈറ്റാണ് എത്തിയത്. ഒരു 7 മണി 7:15 അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ പ്രസാദ വിതരണമുണ്ട്. നമ്മൾ അമ്പലത്തിനകത്ത് കയറിയിട്ട് ആദ്യം പ്രസാദമാണ് കഴിച്ചത്. ഇവിടെ അങ്ങനെ പ്രസാദം ഇറങ്ങിയിട്ട് കഴിക്കണം അങ്ങനെയുള്ള ഇതൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന പൂജാ സാധനങ്ങളെല്ലാം അമ്പലത്തിനകത്ത് പോയി നമ്മൾ തൊഴുതതിന് ശേഷം തേങ്ങ ഉടച്ച് തേങ്ങ നമ്മുടെ കയ്യിൽ തരും. ബാക്കിയുള്ള നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ഈ മാല അതൊക്കെ അമ്മയ്ക്കിടും. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നുവിടും. നമ്മുടെ പൂജാ റൂമിൽ സൂക്ഷിച്ചിരുന്നാൽ മതി. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതിനുശേഷം നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ചുറ്റി കണ്ടു കേട്ടോ. അതായത് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഓപ്പൺ അല്ലായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ കൊത്തുപണികളായാലും കാര്യങ്ങളും എല്ലാം ഭയങ്കര നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഇത് നമ്മുടെ ഗണപതിയാണ് കേട്ടോ. ഗണപതിയെ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. നല്ല പൊട്ടൊക്കെ ഇട്ട് നല്ല പൂമാലയൊക്കെ ചാർത്തി മുണ്ടൊക്കെ കൊടുത്തിരിക്കുന്ന ഗണപതി. അങ്ങനെ ഇവിടെ കുറേ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം കണ്ടു. അതിനുശേഷം ഈ തൊട്ടിലൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാനും അങ്ങനെയൊക്കെ ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അങ്ങനെ നമ്മൾ പോയി വിളിച്ചു കഴിഞ്ഞാൽ അമ്മ എന്തായാലും നമ്മളെ കൈവിടത്തില്ല കേട്ടോ. അതങ്ങനെയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആയാലും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ഇവിടെ ഒന്ന് തോന്നും. അതാണ് ഒരു പ്രത്യേകത. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു ചുറ്റുപാട് നോക്കിയാലും നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, കണ്ണിന് ഭയങ്കര കുളിർമയേകും എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ. ഭയങ്കര അടിപൊളി ഒരു അമ്പലമാണ്. പിന്നെ നമ്മൾ വന്ന സമയത്ത് തന്നെ ഇവിടെ ഈ വേപ്പിലേക്ക് ഉടുത്തുകൊണ്ട് ഓരോരുത്തർ നേർച്ചയായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതും ഇവിടുത്തെ ഒരു പ്രത്യേകത. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ വീഡിയോ എടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞു പിക്ചർ മാത്രമേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇവിടുത്തെ ഒരു അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുളിയോദരം വാങ്ങിച്ചു കേട്ടോ. പുളിയോദരം ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത്. അത് ഞങ്ങൾ വാങ്ങിച്ചു. ലഡു പറയാൻ പറ്റത്തില്ല, നമ്മുടെ നാട്ടിലെ ലഡു ഒന്നും അല്ല, നല്ല ഫ്രഷ് നല്ല അടിപൊളി ലഡു. അപ്പോൾ ഇതാണ് അമ്മ. പിന്നെ നമ്മളങ്ങനെ കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കുറേ ഇത് കണ്ടു. പെരിയ ബാളയത്ത ദീർഘ സുമംഗലിയ സൗഭാഗ്യത്തോടെ മഞ്ഞൾ കുങ്കത്തോടെ കുഴന്തക്കുട്ടികളോட குணத்தாயே ஓம் சக்தி. நோடில்லாத நல்ல ஆரோக்கியத்தை கொடுத்து மனசுல நிம்மதியை கொடுத்து അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവിടെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളോട് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ലേറ്റായിപ്പോയി, അത് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വെളിയിലിറങ്ങുമ്പോൾ നമുക്ക് 4 വശവും കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ടോയ്സിനും കാര്യങ്ങൾക്കും ഒക്കെ ഭയങ്കര വിലക്കുറവാട്ടോ. നമ്മുടെ 50 രൂപ 100 രൂപയൊക്കെ ഉള്ളൂ എല്ലാത്തിനും. പിന്നെ പൊരിയുണ്ട്. പിന്നെ അമ്മയുടെ തന്നെ കുറേ എന്താ പറയുക കുറേ ഫോട്ടോകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ പഴയകാല മുട്ടായികൾ അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട്. ഞങ്ങൾ കുപ്പിവളയൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര രസമാണ് ഇവിടുത്തെ സ്ഥലം. ഇവിടുത്തെ അമ്പലങ്ങൾ പ്രധാനമായിട്ട് ചെന്നൈയിലെ അമ്പലങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മാരിയമ്മൻ കോവിൽ നമ്മളിങ്ങനെ ഞാനൊക്കെ ആണെങ്കിൽ കേട്ടറിഞ്ഞ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടൊരിതേ ഉള്ളൂ. നേരിട്ട് വന്ന് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ.